ഭൗതിക ഭിന്നശേഷിയുള്ള വ്യക്തികളെ ദുരുപയോഗം ചെയ്ത് ചെർപ്പുളശ്ശേരിയിൽ ചില സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായി പരാതി. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ രക്ഷാകർതൃ കൂട്ടായ്മയായ പരിവാർ ചെർപ്പുളശ്ശേരിയാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇലക്ഷൻ കമ്മീഷന് ഇതു സംബന്ധിച്ച് പരാതി നൽകിയതായും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൗതിക ഭിന്നശേഷിയുള്ള വ്യക്തികളെ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച് ഇത് വീഡിയോ ആക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണെന്നാരോപിച്ച് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 12-20 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ രക്ഷാകർതൃ കൂട്ടായ്മയായ പരിവാർ ചെർപ്പുളശ്ശേരി രംഗത്ത് വന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭിന്നശേഷി കമ്മീഷണർക്കും പോലീസിനും പരാതി നൽകിയതായും കൂട്ടായ്മ ജില്ലാ കോർഡിനേറ്റർ മജീദ് പറക്കാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പരാതി നൽകിയതിന്റെ പേരിൽ വധഭീഷണിയും ഊരുവിലക്കും കൽപ്പിച്ച് തന്നെ ആക്രമിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മജീദ് പറക്കാടൻ പറഞ്ഞു. നമുക്കറിയാം, സ്വയം തിരിച്ചറിയാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിയാത്ത ആളുകളെ അവർക്കറിയില്ല അത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അത്തരത്തിലുള്ള ആളുകളെ ജനസമൂഹത്തിന് മുമ്പിൽ ജനങ്ങളെ വോട്ടർമാരുടെ സിമ്പതി സഹതാപം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് 12-ാം വാർഡ് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പരിസരത്തുള്ള വീടുകളിൽ പോയി ഇത്തരത്തിലുള്ള ഭിന്നശേഷിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് താൻ മത്സരിക്കുന്ന പാർട്ടി ചിഹ്നം ആ ആളെ കൊണ്ട് പറയിപ്പിക്കുകയും അത് ചാനലിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകളെ സഹതാപം പിടിച്ചു പറ്റുന്ന ഒരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറ്റിക്കോട് ഡിവിഷൻ 20-ാം വാർഡ് കുറ്റിക്കോട് തെക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ ഫോട്ടോ ഉള്ള ഒരു ഫേസ്ബുക്ക് ID യാണ് ആ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ വ്യക്തിയെ ഭിന്നശേഷിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഭൗതിക ഭിന്നശേഷിയായിട്ടുള്ള വ്യക്തിയെ ഓരോ വീടുകളിൽ പോയിട്ട് ആ വീട്ടിലുള്ള ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കണം. അത് ആയിരക്കണക്കിന് ആളുകൾ ഇതിലോട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പ്രമുഖനായിട്ടുള്ള, അതായത് വലിയ സമൂഹത്തിൽ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാൾ, ആ ആളെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങളൊക്കെ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അന്വേഷണം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു. നിന്നെ ജീവനോടെ വിടില്ല എന്നും പറഞ്ഞ് എന്നെ വധഭീഷണി മുഴക്കിക്കൊണ്ട്, അതിനൊരു സാധാരണ ഒരു വാക്കുണ്ട്, ഊരുവിലക്ക് എന്ന് പറയും. അത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം എനിക്ക് നേരിട്ടു. ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകുന്നവർക്കൊപ്പമാണ് കൂട്ടായ്മ. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകും. കഴിഞ്ഞ 5 വർഷം ഭിന്നശേഷിക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഭരണസമിതിയായിരുന്നു ചെർപ്പുളശ്ശേരിയിലേതെന്നും മജീദ് പറക്കാടൻ പറഞ്ഞു. പ്രചാരണത്തിന് ഭിന്നശേഷിക്കാരെ ഉപയോഗിച്ചതിൽ നിയമപോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിവാർ മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ C. രാമകൃഷ്ണൻ, C. T. മുഹമ്മദ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.